RSS കാലങ്ങളായി പണിയെടുക്കുന്നത് ഒരു ഹിന്ദു ഏകീകരണത്തിനാണ്, ഒരു ഹിന്ദു ദേശീയതയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. കുറച്ചൊക്കെ അതിൽ അവർക്ക് വിജയിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ RSSൻ്റെ എന്ന് മാത്രമല്ല, അവരുടെ രാഷ്ട്രീയ മുഖമായ BJP ഒരു പടി കൂടി കടന്ന് ഒരു വലിയ ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ ഐക്യത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം അവർ നടത്തി വന്നിരുന്നു. കാരണം ഹിന്ദു വോട്ട് കൊണ്ടുകൾ മാത്രം ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് ജയിച്ചു കയറാൻ കഴിയില്ല. അതുമാത്രവുമല്ല, ഒരു വിഭാഗത്തെ അകറ്റി നിർത്തിക്കൊണ്ട് മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന തിരിച്ചറിവിൽ പുതിയ വോട്ട് ബാങ്ക് സൃഷ്ടിക്കേണ്ടത് BJPയുടെ ആവശ്യമായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി അവർ ശ്രമിച്ചു വരുന്നത് പുതിയൊരു വോട്ട് ബാങ്ക് സൃഷ്ടിച്ചെടുക്കലാണ്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു വോട്ട് ബാങ്ക് രീതി എന്ന് പറഞ്ഞാൽ പിന്നോക്ക വോട്ട് വിഭജനം നടത്തി ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കുക, അതിനിടയിൽ ജാതികൾക്ക് സെപ്പറേറ്റ് വോട്ട് ബാങ്ക് സൃഷ്ടിക്കുക, ന്യൂനപക്ഷങ്ങൾക്ക് സെപ്പറേറ്റ് വോട്ട് ബാങ്ക് സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇവിടേക്ക് BJPക്ക് കടന്നു കയറാനും BJPക്ക് ആ വോട്ട് ബാങ്കുകളെ കൂടെ കൂട്ടാനും വലിയ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലാണ് BJP കുറച്ചുകൂടി വലിയ കാൻവാസിൽ കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. കാരണം ഹിന്ദുത്വം എന്ന പേരിൽ ഒരു ഹൈന്ദവ ഏകീകരണത്തിലൂടെ ഒരു വലിയ വോട്ട്, ഹൈന്ദവ കൺസോൾട്ടേഷൻ ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് BJPക്ക് ഉണ്ടായിട്ടുണ്ട്. അതിലൊരു വലിയ പങ്ക് BJPക്ക് തന്നെയാണ് ലഭിക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് വോട്ട് ഷെയർ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അവിടെയാണ് BJP കഴിഞ്ഞ 10 വർഷമായി അവർ പണിയെടുത്തിരുന്ന ഒരു മേഖലയാണ് സ്ത്രീകൾക്കിടയിൽ അവരുടെ സ്വാധീനം വർദ്ധിപ്പിക്കുക, സ്ത്രീ വോട്ടർമാരെ ഒരു വോട്ട് ബാങ്കാക്കി മാറ്റുക. അതായത് ജാതിക്കും മതത്തിനും അപ്പുറത്തേക്ക് ഒരു സ്ത്രീ വോട്ടർമാർ, യുവാക്കളുടെ വോട്ടർമാർ എന്ന 2 രീതിയിലേക്ക് 2 കാറ്റഗറി വോട്ട് ബാങ്കിനെ സൃഷ്ടിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഒരു വലിയ രീതിയിൽ അല്ലെങ്കിൽ പോലും ഒരു വലിയ മുന്നേറ്റം അവർക്ക് അതിലുണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. മറ്റു പാർട്ടികൾക്ക് ഈ അടുത്ത കാലത്തൊന്നും ഈ 2 വോട്ട് ബാങ്കിൽ കടന്നു കയറാൻ കഴിയുകയുമില്ല. കാരണം ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അനവധി പദ്ധതികൾ കൊണ്ടുവരികയും അത് പല സംസ്ഥാനങ്ങളിലും ഗ്രാമാന്തരങ്ങളിൽ എത്തിക്കുകയും ആ സ്ത്രീ വോട്ടർമാരിലേക്ക് ഗ്യാസ് ആയാലും ജല പദ്ധതി ആയാലും മറ്റ് ആയുഷ്മാൻ ഭാരത് ആയാലും ഒക്കെ കൊണ്ട് എത്തിക്കുന്നതിലും അത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളുടെ ഭാഗമാക്കാൻ കഴിഞ്ഞതിലും അതുപോലെ തന്നെ BJP എന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് കൂടുതൽ വനിതകളെ എത്തിക്കുക മാത്രമല്ല, ആ വനിതകൾക്ക് 50%-ലധികം അവർക്ക് ഉള്ള പ്രാതിനിധ്യം നൽകി. അതായത് വനിതകൾക്ക് സ്ത്രീ സംവരണ ബില്ല് ഒക്കെ നടപ്പാക്കി വരുന്നത് 2029-ലാണെങ്കിൽ അതിന് മുൻപേ തന്നെ BJP അതിനുള്ള നീക്കങ്ങൾ തുടങ്ങിയിരുന്നു. നമ്മുടെ കേരളത്തിൽ തന്നെ അവരുടെ വനിതാ സ്ഥാനാർത്ഥികൾ ഏറ്റവും കൂടുതൽ നിർത്തിയിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയും BJP തന്നെയാണ്. CPM ആയാലും കോൺഗ്രസ് ആയാലും പേരിന് വനിതാ സ്ഥാനാർത്ഥികൾ മാത്രമുണ്ടായിരുന്നിടത്താണ് BJP അവരുടെ 5 വനിതകളെ തന്നെ കളത്തിലിറക്കിയിരിക്കുന്നത്. 4 അവരുടേതും ഒരു വനിത BDJS. അങ്ങനെ ആ ഒരു മേഖലയിൽ അവർ കടന്നു കയറി. ഒപ്പം യുവാക്കൾക്കിടയിൽ അവർ കടന്നു കയറി. യുവാക്കൾക്ക് വേണ്ടി കൂടുതൽ പ്രാധാന്യം നൽകുകയും അവരുടെ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത് യുവ വോട്ടർമാർക്കിടയിൽ അതായത് സ്ത്രീ വോട്ടർമാരും ഈ യുവ വോട്ടർമാരും BJP അല്ല, പകരം BJPക്ക് അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യുന്ന, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ വിശ്വസിക്കുകയും അദ്ദേഹം തന്നെ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. പിന്നീട് അവർക്ക് കടന്നു കയറാൻ വലിയ പ്രയാസമുണ്ടായിരുന്നൊരു വിഭാഗമാണ് മുസ്ലിം സമുദായം. ആ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് അവർക്ക് ലഭിക്കില്ല എന്ന് കരുതിയിടത്താണ് 2019 ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് ലഭിച്ചത് 10% മുസ്ലിം വോട്ടുകളായിരുന്നു. ഈ വോട്ടുകൾ എങ്ങനെ അവർ കരസ്ഥമാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മുസ്ലിം സമുദായത്തിനിടയ്ക്കുള്ള പിന്നാക്ക മുസ്ലിംസായ പസ്മന്ത മുസ്ലിങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ട ക്ഷേമ പ്രവർത്തനങ്ങളും സൗജന്യങ്ങളും നൽകിക്കൊണ്ട് അവരെ തങ്ങളുടെ ഒപ്പം കൂട്ടാൻ അവർക്ക് കഴിഞ്ഞു. അതുതന്നെയാണ് UPയിലെ പല മുസ്ലിം മണ്ഡലങ്ങളിലും BJP വളരെ ഈസിയായി ജയിച്ചു കയറി. ഗുജറാത്തിലടക്കം അങ്ങനെ അവർക്ക് ജയിച്ചു കയറാൻ കഴിഞ്ഞു. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ പുതിയൊരു വോട്ട് ബാങ്ക് BJP സൃഷ്ടിച്ചെടുത്തിരിക്കുന്നു. അതായത് നമ്മുടെ കാലങ്ങളായി ഇന്ത്യൻ രാഷ്ട്രീയം കാണുന്ന ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമുണ്ട്. അതിൽ പിന്നോക്ക ജാതി ഇല്ലെങ്കിൽ അതിനകത്തുള്ള ഉപജാതി വിഭാഗങ്ങൾ, ന്യൂനപക്ഷം ഇല്ലെങ്കിൽ ക്രിസ്ത്യൻ വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ എന്നതെല്ലാം പാടെ മാറ്റിമറിച്ചുകൊണ്ട് അതിനെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് അവർ ചെയ്തത് ഈ സ്ത്രീകളുടേതായ ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിച്ചു, യുവാക്കളുടേതായ ഒരു വോട്ട് ബാങ്ക് സൃഷ്ടിച്ചു. അവർക്ക് കടന്നു കയറാൻ കഴിയാതിരുന്ന മുസ്ലിം സമുദായത്തിലെ പസ്മന്ത മുസ്ലിങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരൊരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കപ്പെട്ടു. പിന്നെയുമുണ്ട് വോട്ടുകൾ, അതായത് ഈ ജാതീയ സംഘടനകളുടെ വോട്ട് ബാങ്കുണ്ട്. ആ വോട്ട് ബാങ്കിനെ തകർത്ത് തങ്ങളുടെ ഒപ്പം നിർത്താനുള്ള ഒരു ശ്രമം ഒരു പരിധിവരെ അവർക്ക് വിജയിച്ചു. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ, ഓരോ മണ്ഡലത്തിലും 20,000 അതിന് മുകളിലോ വോട്ടുകളുള്ള സമുദായത്തെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ചെറിയ സമിതികൾ രൂപീകരിച്ച്, അതായത് സമുദായ നേതാക്കളൊന്നും തന്നെ ഇല്ല, അത് ആ സമുദായത്തിൽപ്പെടുന്ന 10, 15, 20 പേരടങ്ങുന്ന ചെറിയ ഗ്രൂപ്പുകൾ രൂപീകരിച്ചുകൊണ്ട് വികസന പ്രവർത്തനങ്ങളും മറ്റും ചർച്ച ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുക്കാൻ അവർ കഴിഞ്ഞു. അതിൽ പൂർണ്ണമായി അവർ വിജയിച്ചിട്ടില്ല എങ്കിൽ തന്നെ അതിന് തുടക്കമിടാൻ കഴിഞ്ഞു. അതായത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കണ്ടുവന്നിരുന്ന ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയമുണ്ട്. നമ്മൾ പരമ്പരാഗതമായി കണ്ടുവന്നിരുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയം അത് പാടെ മാറിമറിയുകയാണ്, ഇല്ലെങ്കിൽ അത് മാറ്റിമറിച്ചിരിക്കുന്നു. അതിൽ ഏറ്റവും വലിയ വോട്ട് ബാങ്കായി മാറിയിരിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഈ അടുത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെല്ലാം. ഏതായാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ
അധികാരത്തിലെത്തുമ്പോൾ അതിനൊരു വലിയ വോട്ട് ഷെയർ ഈ സ്ത്രീ വോട്ടർമാരുടെ ആയിരിക്കും, മറ്റൊന്ന് യുവാക്കളുടേതായിരിക്കും, ബാക്കിയെല്ലാം പരമ്പരാഗതമായി അവർക്ക് കിട്ടുന്ന വോട്ടുകളുമായിരിക്കും. ഇത് കോൺഗ്രസിനും ഇല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കും ഈ ഒരു വോട്ട് ബാങ്ക് നിലവിലത്തെ സാഹചര്യത്തിൽ തകർക്കുക പ്രയാസകരമാണ്. കാരണം അവർ അധികാരത്തിൽ വന്ന് ഇപ്പോൾ ഈ മോദി സർക്കാർ ചെയ്തതുപോലത്തെയോ അതിന് മുകളിലോ വികസന പ്രവർത്തനങ്ങൾ നൽകിക്കൊണ്ട് ഇവരുടെ മനസ്സിലേക്ക് കയറിക്കൂടുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം നിലനിൽക്കും. ഒരുപക്ഷെ ഇടതുപക്ഷം പറയുന്നത് പോലെ മതേതരത്വമായി എന്ന് നമുക്ക് പറയേണ്ടി വരും. മതത്തിനും ജാതിക്കും അതീതമായി തന്നെ ഈ ഇങ്ങനത്തെ ഒരു വോട്ടർമാർ, അതായത് വികസനത്തെ മാത്രം മുന്നിൽ കാണുകയും അതിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റുകയും ചെയ്യുന്ന ഒരു വലിയ വിഭാഗം വോട്ട് ബാങ്കായി മാറുകയാണ്. ഇത് ന്യൂസിൻ്റെ വളരെ പോയിന്റ്. നന്ദി, നമസ്കാരം.